പിന്നെ കുറെ സമയം ചെലവഴിച്ചതിന് ശേഷമാണ് ഈ ഭവനത്തിൽ നിന്ന് മടങ്ങി പോകാറുള്ളത്. അതിനുശേഷം കുറെ നാളായിട്ട് രോഗാവസ്ഥയിലായിരുന്ന സമയത്തൊക്കെയും പലതവണ ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. ആശുപത്രിയിലായിരുന്ന സമയത്തും 2-3 തവണ അവിടെ ചെന്ന് കാണുവാനും കഴിഞ്ഞ ഞായറാഴ്ച കൂടി ഭവനത്തിലേക്ക് വന്ന് ഈ പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായതൊക്കെ ഈ സമയത്ത് ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഞാൻ എല്ലായിടത്തും പറയാറുള്ള ഒരു കാര്യമായിട്ട് ആഗ്രഹിക്കുന്നത്, കാരണം ഒരുപാട് ജോലിയിൽ പ്രവേശിച്ച് ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ എല്ലാവരും ആശംസകളോടുകൂടി തിരിച്ച് ഭവനത്തിലേക്ക് കൊണ്ടാക്കുന്ന ഒരു പാരമ്പര്യം നമ്മുടെ ഇടയിലുണ്ട്. അതിന് പ്രകാരം ഈ പിതാവ് തനിക്ക് നൽകിയിരിക്കുന്ന ഈ ആയുസ്സൊക്കെയും ഈ ദൈവാലയത്തിന് വേണ്ടിയും ഈ നാടിന് വേണ്ടിയും ഈ കുടുംബത്തിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ച് തന്നെ ഈ വിശ്രമകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഈ പ്രിയ പിതാവിനെ യാത്രയാക്കി തന്റെ അന്ത്യവിശ്രമ സ്ഥാനമായ ദൈവാലയത്തിലേക്ക് നമ്മൾ കൊണ്ടാക്കുന്ന ഏറ്റവും വലിയ യാത്രയയപ്പ് സമ്മേളനമാണ് ഇവിടെ നൽകുന്നത്. രാത്രികൾ ഇടപെടാതെ ദൈവവചനം ലജ്ജ കൂടാതെ ആശംസ അറിയിക്കുകയാണ് നാം എല്ലാവരും ഇവിടെ ചെയ്യുന്നത്. അതുപോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് മരിച്ചവരുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിരിക്കണം എന്ന് ഏറ്റവും അധികം വ്യക്തമായിട്ട് പറയുക. പിതാവിന്റെ ആത്മാവ് ഇത്രയും നാൾ ഉപയോഗിച്ച വാഹനമായിരുന്നു ഈ ശരീരം എന്ന് പറയുന്നത്. എന്നാൽ തന്റെ നാടിന്റെ സന്നിധിയിലേക്കുള്ള യാത്രയിൽ താൻ ഇത്രയും നാൾ ഉപയോഗിച്ച വാഹനമായ ഈ ശരീരം ആവശ്യമില്ല, ഇനിയും നാടിന്റെ സന്നിധിയിലേക്ക് ആത്മാവ് മാത്രം പ്രവേശിക്കുകയാണ്. ഒരു പൗരസ്ത്യ സഭയുടെ വിശ്വാസം അനുസരിച്ച് ആത്മാവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിനായിട്ട് ഈ ഭൂമിയിൽ നിന്ന് ഒരു ശരീരം കടമായിട്ട് എടുക്കുകയാണ്. അതിനുശേഷം ഈ ഭൂമിയിൽ പ്രവർത്തിക്കുവാനായിട്ട്, ഈ ഭൂമിയിൽ ജോലി ചെയ്യുവാനായിട്ട്, ഈ എല്ലാവരുമായിട്ട് വർത്തിക്കുവാനായിട്ട് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കും. ഇരുന്നാലും ശരീരം വിട്ടാലും ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല, സ്തുതിക്കുന്നു. പറയുന്നത് ശരീരത്തിൽ ഇരുന്നാലും ശരീരം വിട്ടാലും എനിക്ക് ശരീരമുണ്ടോ ശരീരമില്ലയോ അതൊരു പ്രശ്നമല്ല. എന്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണ്. ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നല്ല ഉന്നതമായ ഒരു കുടുംബത്തിൽ ജനിച്ചു. ആ കുടുംബത്തിന്റെ മാഹാത്മ്യം തന്റെ അവസാന നിമിഷം വരെ കാത്തു പരിപാലിച്ചു എന്നുള്ളത് സംഘാടകനായി വളരെയധികം പ്രവർത്തിക്കുവാൻ ഈ പ്രിയ പിതാവിന് സാധിച്ചു. ഈ ഭവനത്തിൽ വന്ന സമയത്ത് കേട്ട ഒരു കാര്യം ഇപ്പോൾ പറയുകയാണ്. ഈ പ്രിയ പിതാവ് ദൈവാലയത്തിലേക്ക് എല്ലാ ദിവസവും കടന്നു പോയിരുന്നു. ഒരു ദിവസം ദൈവാലയത്തിലേക്ക് കടന്നപ്പോൾ എന്തോ സാങ്കേതികമായ കാരണം മൂലം ദൈവാലയം അംഗത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായ വിശ്വസ്തയോടുകൂടി പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി തനിക്ക് ലഭിച്ച കാലത്തൊക്കെയും ജീവിച്ചതുപോലെ ഈ പിതാവിന്റെ ജീവിതം കാണിച്ചു തന്നതുപോലെ മക്കളും പ്രിയപ്പെട്ടവരും ഒക്കെ മാതൃകയാണ് ഈ പിതാവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. കാര്യങ്ങള് പള്ളിയിലുള്ള ഓർമ്മയിൽ വരുന്ന ചില കാര്യങ്ങളൂടെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ പള്ളിയിലേക്ക് പോകണം. പക്ഷേ ഈ വീട്ടിൽ വന്ന് കഴിച്ചാൽ പോകും. ഇങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ അയൽസിയായി ഓർക്കുകയായിരുന്നു. വേറെ ഒരാളെ പരിചയപ്പെടുത്തായിരുന്നു. പോയി അതിൻ്റെ ഒരു സ്കൂൾ തുടങ്ങിയ അവസരത്തിൽ അവിടെ പഠിച്ചതായി എനിക്ക് പഠിപ്പിക്കാനോ ഇവിടെ യാതൊരു വിധമായ ബഹളങ്ങളോ ഒരു തവണ ഞങ്ങൾ വന്നിട്ടുണ്ട്. അടുത്ത ആരും അച്ഛനെ ചീത്ത കൊണ്ടുപോയി പോകുന്നു. തന്നെ ആരെ കണ്ടാലും ആരും എനിക്ക് തോന്നുന്നില്ല ഈ അച്ഛൻ ശത്രുക്കളായി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അയൽവക്കത്താകട്ടെ ഈ പള്ളിയിലാകട്ടെ ഈ സമൂഹത്തിൽ ആരും ഒരു ശത്രുത ഇല്ലാത്ത ഒരു സ്വഭാവമാണ്. ഇവർക്കുണ്ടെങ്കിൽ ഇപ്പൊ 400 പേരല്ല എത്രയോ പേര് വന്നിതാണ്. പറഞ്ഞാൽ ഇനി ഒരാളുണ്ട് മൂത്ത വെള്ളം ഏർപ്പെടുന്നു. അവരെ വന്നപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണോ പറഞ്ഞോ അതാണ്. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നവർക്ക് യഥാർത്ഥ അപ്പൻ നമ്മുടെ യേശു ക്രിസ്തു. ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ ആത്മാവ് രൂപാന്തരം പ്രാവശ്യം ദൈവത്തിന്റെ ആത്മാവ് എത്തിക്കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് ഒരു സംശയമില്ല.
അതിന് അനുഭവിച്ച് ഇവർക്ക് തന്നെ അറിയാൻ ഇവിടെ ദുഃഖത്തിൻ്റെ ദുഃഖിച്ചാൽ ആരെയും സന്തോഷത്തോടാണ് ഈ ആത്മാവ് രക്ഷ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാദത്തിൽ നിന്ന് വിരമിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 93 വർഷക്കാലം വ്യാപിച്ച് ഞങ്ങളോടൊപ്പം ജീവിച്ചിരുന്നു. സ്വന്തം മക്കളെ പോലെ ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഞങ്ങളുടെ കാര്യങ്ങളിലും കടന്നു പങ്കെടുക്കുകയും കടന്നു വരാൻ കഴിയാതെ ഇരുന്നപ്പോഴൊക്കെയും സംസാരത്തിൽ കൂടെയും അല്ലാതെയും ഞങ്ങളോടൊപ്പം ഒരു സ്വന്തം മകനെ പോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു അപ്പച്ചനാണ് ഈ കഴിഞ്ഞ ദിവസം കടന്നു പോകാനിടയായത്. അപ്പച്ചൻ്റെ തലമുറയിലെ ഏറ്റവും അവസാനത്തെ ആളാണ് അപ്പച്ചന്. ഇനി ഞങ്ങൾക്ക് ഒരു അമ്മച്ചിയാണ് ഉള്ളത്. ആ തലമുറയിൽ തങ്കമ്മച്ചിയാണ് ഇവിടെ അടുത്ത് നമ്മുടെ അടുത്ത് ഇരിക്കുന്നത്. മറ്റുള്ളവരെല്ലാവരും തന്നെ ഈ ലോകത്തിൽ നിന്ന് നീക്കപ്പെട്ടു. അപ്പച്ചൻ്റെ വേർപാടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ദുഃഖമുണ്ട്. ദൈവവചനം നമ്മളെ പല വിധത്തിൽ പലരും പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് ഏത് സമയത്ത് നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് നീക്കപ്പെടണമെന്ന് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമയത്ത് നമ്മൾ കടന്നു പോയി മതിയാകുന്നത് നമ്മുടെ വിശ്വാസമാണ് നമ്മളെ നടത്തുന്നത്. ശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് അവന്റെ ജീവിതം നമ്മൾ നയിച്ച് മുന്നോട്ട് പോവുകയാണ്. ശാരീരികമായും മാനസികമായും നമ്മുടെ ആത്മീയമായും ഒക്കെയുമുള്ള വലിയ ഒരു അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്യമാണ്. നമ്മളെല്ലാം കാണാപ്പാട് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു വാക്യമാണ്. നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്തത് തീയതായാലും നല്ലതായാലും തീയതായാലും അതിനുവേണ്ടി നമ്മൾ ഒരു ന്യായാസനത്തിന്റെ മുൻപിൽ അതിനെ നമ്മൾ മറുപടി പറയേണ്ട ഒരു ദിവസം നമ്മുടെ ജീവിതത്തെ നമ്മളെ അനുഗ്രഹിക്കേണ്ടതാകുന്നു. രണ്ട് കുടുംബത്തിന്റെയും അനുശോചനം ഞാൻ അറിയിച്ചുകൊണ്ട് എന്റെ ഈ വാചകത്തിൽ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും